ഓരോ പാട്ടിന് ഓരോ സമയത്തൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ്. ഓർക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു കുറച്ച് 3-4 അടികളിൽ ഞാൻ പാടാം. പാപം നീതി ന്യായ വിധി ബോധമേകുവാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നു രാവിയേ. പാപം നീതി ന്യായ വിധി ബോധമേകിടാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നു രാവിയേ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. നമ്മൾ കുറച്ച് നാൾ പാടിയതായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് മറന്നുപോയി. നമ്മൾ ഈ പാട്ടുകൾ മറക്കാനുള്ളതല്ല, ഇതെല്ലാം ഒരു അടിസ്ഥാനങ്ങളാണ്. ആത്മാവിൻ്റെ നിറവ് നമ്മളിപ്പം പാടി ജീവനൂതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ഇപ്പം ബ്രദർ സംസാരിച്ചവൻ പറഞ്ഞല്ലോ, ജോജി ബ്രദർ സംസാരിച്ചവൻ പറഞ്ഞു, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്നിന്നിരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനെല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നമ്മളെ കൊണ്ടാവത്തില്ലത്. ആരാ ചെയ്യുന്നത്? ബ്രദറാതെ ഊന്നി പറഞ്ഞൊരു കാര്യം, ദൈവം നമ്മളത് ചെയ്യുന്നത്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കണം കർത്താവിനോട്. കർത്താവേ, നിന്റെ ജീവൻ എൻ്റെ മേലെ ഊതണം, ഞാനൊരു ജീവ നാളമായി എരിഞ്ഞു തീരുവാൻ. ഈ ജീവൻ നമ്മളിൽ കത്തണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു വിളക്ക് കത്തണം, അതിനകത്ത് എണ്ണ വേണം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് തിരി കത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ കത്തിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം നമ്മുടെ സ്വയത്തിന് മരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. സ്വന്തം ഇഷ്ടത്തിന് മരിക്കാൻ. ഏതൊക്കെ സാഹചര്യങ്ങളിൽ പരീക്ഷകളിൽ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നോ അവിടെ ഒരു ജീവന്റെ വെളിച്ചം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരും. നമ്മൾ മരിക്കുന്നില്ലെങ്കിലോ, എണ്ണയില്ലാത്ത വിളക്ക് കെട്ടുപോകുന്ന പോലെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ മരിക്കുന്നില്ലെങ്കിൽ ആ ജീവന്റെ പ്രകാശം നമ്മളിൽ നിന്ന് വരത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഒറ്റ വാക്യം നമുക്ക് റോമാലേഖനം 7-ാം അധ്യായം, അതിൻ്റെ റോമാലേഖനം 7-ന്റെ 5-6 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കൊണ്ട് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയത് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഇവിടെ 5-ാം വാക്യം ഇങ്ങനെ തുടങ്ങുമ്പോൾ, നാം ജഡത്തിലായിരുന്നപ്പോൾ. എങ്ങനെ നമ്മൾ ജഡത്തിലാകുന്നത്? എങ്ങനെ? ഒരിക്കൽ നമ്മൾ ജഡത്തിലായിരുന്നു. ജഡത്തിനും എഫേസ്യർ 2:2 മനോവികാരം കൃഷ്ണമായതിന് പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയാ ജഡത്തിൽ നിന്ന് പുറത്തു വന്നേ? ഇപ്പം നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, നമ്മളായിരിക്കേണ്ടത് ആത്മാവിലാണ്. ഒരിക്കൽ നമ്മൾ ജഡത്തിലായിരുന്നു, ഇപ്പം നമ്മൾ ഇവിടെ ആയിരിക്കണം ആത്മാവിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലളിതമായ അർത്ഥം എന്താ? ഒരിക്കൽ നമ്മളെ നയിച്ചത് ജഡമായിരുന്നു, നമ്മളെ പുറകിൽ നിന്ന് തള്ളിക്കൊണ്ട് നടന്നത് ജഡമായിരുന്നു. അതാണ് നമ്മൾ ജഡത്തിനും മനോവികാരക്കും ഇഷ്ടമായതിനും പ്രകൃതിയിൽ കോപത്തിൻ്റെ മക്കളായിരുന്നു പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ അവിടുന്ന് എങ്ങോട്ടാ മാറണ്ടേ? ആത്മാവിലേക്ക്. ഇന്ന് നമ്മളെ ആരാ കൊണ്ടു നടക്കണ്ടേ? ആത്മാവ്. ജഡം നമ്മളെ എങ്ങനെ കൊണ്ടു നടന്നോ അതുപോലെ തന്നെ ആത്മാവ് നമ്മളെ കൊണ്ടു നടക്കണം. അതെങ്ങനെയാ ജഡം നമ്മളെ കൊണ്ടു നടന്നേ? ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ജഡം കോപിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോപിച്ചു. ആഘാത്തമൊക്കെ പറയുമ്പം ആഘാത്തമൊക്കെ പറഞ്ഞു. വെറുക്കാൻ പറയുമ്പോൾ വെറുത്തു. ജഡം അങ്ങനെ നമ്മളെ കൊണ്ടു നടന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം
നിവർത്തിക്കുകയില്ല. ഒരിക്കലും ആത്മാവ് നമ്മളെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടു നടക്കത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? ആത്മാവ് ചില വചനങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. കർത്താവ് പറഞ്ഞു, സത്യത്തിന് ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും, സ്വയമായി ഇന്ന് സംസാരിക്കാതെ ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഓർമ്മപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇപ്പം ഒരു പരീക്ഷയുടെ മുമ്പിൽ ഇപ്പം ജോസ് ബ്രദർ ആ കാര്യം പറഞ്ഞപ്പം ജോസ് ബ്രദർ പറഞ്ഞ കാര്യമെല്ലാം ശ്രദ്ധിച്ചിരുന്നോ? ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയായിരുന്നു. ബ്രദർ പക്ഷേ ഒരു വചനം ഇടപെട്ടു, സർശോയ്ക്ക് 6-ാം അധ്യായത്തിൻ്റെ വചനം ഇടപെട്ടു, അതോടുകൂടി എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ആ പരിപാടി നിർത്തി, കുറ്റം പറച്ചില് നിർത്തി. അപ്പം വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മ നമ്മളെ നടത്തുന്നത്. മറ്റേ നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകളിലാണ് നമ്മളെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വചനം നമുക്ക് തരും. നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അവഗണിക്കാം. ആരാ വചനം സ്വീകരിക്കുന്നോ ആ ആൾ ശുദ്ധീകരണത്തിൽ വർദ്ധിച്ചു വരും. ആര് ആ വചനം അവഗണിക്കുന്നോ ആ ആൾ അശുദ്ധിയിൽ തുടരും, പാപത്തിൽ തുടരും. ഇല്ല, ചിലടത്ത് ദൈവമാമോട് പറയും ആ വഴി പോവരുത്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഞാൻ പോയാൽ എന്നാ പറ്റും എന്ന് ചിന്തിച്ചാൽ വഴി പോയാൽ എന്ത് പറ്റും? സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. ഈ ജഡം ആരാ? ദുഷ്ടനാണോ നമ്മുടെ മിത്രമാണോ? നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ജഡം, ലോകം, പിശാച് ഒരിക്കലും മിത്രമായിരുന്നു. നമ്മൾ ജഡവുമായിട്ട് വളരെ ഒരു സമാധാന ബന്ധത്തിലാണ് ജീവിച്ചത്. നമ്മൾ ഒരിക്കലും ജഡത്തെ പിണക്കത്തില്ലായിരുന്നു. ജഡം എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യും. കോപിക്കാൻ പറഞ്ഞാൽ കോപിക്കും, ഇല്ല തല്ലാൻ പറഞ്ഞാൽ തല്ലും, മോഹിക്കാൻ പറഞ്ഞാൽ മോഹിക്കും. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ എന്ത് ചെയ്തു? ജഡത്തെ രാഗങ്ങളിലൂടെ ഉരിഞ്ഞു കളഞ്ഞു, ക്രൂശിച്ചു. ജഡത്തെ രാഗങ്ങളോട് ഉരിഞ്ഞു കളഞ്ഞു. ജഡത്തെ നമ്മൾ തള്ളിപ്പറഞ്ഞു, ഉപേക്ഷിച്ചു, പഴയ മനുഷ്യനെ. എന്നിട്ട് നമ്മൾ ആരെയാ ധരിച്ചിരിക്കുന്നത്? സത്യത്തിന് പരമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി ശിക്ഷിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ആ പുതിയ മനുഷ്യൻ വിശുദ്ധിക്കാനുള്ള ദാഹമുള്ള ആളാ. അതിൻ്റെ വിശപ്പും ദാഹവും എല്ലാം എന്താ? വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധി. ജഡത്തിൻ്റെയോ? അശുദ്ധി, അശുദ്ധി, അശുദ്ധി. ഒരു പരീക്ഷകളിൽ നാം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. ഈ രണ്ടും പേരും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ഒരു പരീക്ഷയിൽ, ഒരു വടംവലി പോലെ. ജഡം നമ്മളെ എങ്ങോട്ട് വലിക്കും? പാപത്തിലേക്ക് വലിക്കും. ആത്മാവോ നമ്മളെ നീതിയിലേക്കും. തെരഞ്ഞെടുപ്പ് ആരുടേതാ? ഇപ്പം രണ്ടുപേര് തമ്മിൽ വടം വലിക്കാന്ന് വിചാരിക്കുക. രണ്ടുപേരേ ഉള്ളൂ. ഒരാൾ ഒരു സൈഡിലും വേറൊരാൾ ഒരു സൈഡിലും. നമ്മൾ കാഴ്ചക്കാരനായിട്ട് നിൽക്കുക. അപ്പോൾ ഇവരിങ്ങനെ നല്ല ശക്തമായി വലി വരുമ്പം നമ്മൾ വലത്ത് നിൽക്കുന്ന ആളുടെ കൂടെയും കൂടുക എന്ന് വിചാരിക്കുക. വലത്ത് നിൽക്കുന്ന ആളുടെ കൂടെ കൂടിയിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ ആരാ ജയിക്കാൻ പോകുന്നത്? വലത്ത് നിൽക്കുന്ന ആൾ ജയിക്കും. നമ്മൾ ഇടത്ത് കൂടുകയാണെങ്കിലോ ഇടത്ത് നിൽക്കുന്നവൻ ജയിക്കും. ഇത് തന്നെയാണ് നമ്മുടെ വീണ്ടും ജനനത്തിന് ശേഷം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യം. ജഡം നമ്മളെ അങ്ങോട്ട് വലിക്കും, ആത്മാവ് നമ്മളെ ഇങ്ങോട്ട് വലിക്കും. ഞാൻ ആത്മാവിനെ അനുസരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആത്മാവിൻ്റെ കൂടെ ഞാനും കൂടെ വലിക്കാൻ തുടങ്ങുക. ഞാൻ ജയിച്ചു. അല്ല, അപ്പുറത്തോട്ടാണ് ഞാൻ തിരിയുന്നെങ്കിലോ? അപ്പോൾ പക്ഷെ പോലും നമ്മൾ അപ്പുറത്ത് തിരിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക? ആ തെരഞ്ഞെടുപ്പ് ആരുടേതായിരുന്നു? ആരുടെ കൂടെ കൂടണമുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടേതാ. ഇപ്പം ഭാര്യഭർത്തൃ ബന്ധത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മണവാളൻ മണവാട്ടി സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അതിൻ്റെ അർത്ഥം? പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ കുറച്ച് കഴിയുമ്പം അതൊക്കെ മറന്നുപോകും. എന്ന് പറഞ്ഞാൽ മണവാളന്റെ സന്തോഷം ആരില്ല? മണവാട്ടിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സന്തോഷമുള്ള സമയത്ത് എന്തില്ല? അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എന്താ ഉള്ള? പിന്നെ പെട്ടെന്നാ ക്ഷമ വരുന്നത്. ആ മണവാട്ടിയിൽ മണവാളൻ സന്തോഷിക്കുന്ന ആ സമയത്ത് ക്ഷമ പെട്ടെന്നാ വരുന്നത്. വിലപിടിപ്പുള്ള എന്തെങ്കിലും താഴിട്ട് പൊട്ടിച്ചാലും സാരമില്ല, പോട്ടെന്നാ പറയുന്നത്. അതിന്റെ കാരണം എന്താ? ഈ സന്തോഷം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സന്തോഷം പോയി കഴിയുമ്പോഴോ ഒരു സ്റ്റീൽ ഗ്ലാസ് താഴെ വീണാൽ തന്നെ ഒച്ച വെക്കും. നീ മുഴുവൻ മുടിപ്പിച്ചിട്ട്. എന്താ അതിന്റെ കാരണം? അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഫെസോസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഒരു കാര്യം എഴുതി, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ആദ്യം സ്നേഹിച്ചവരെ സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കും. പിന്നെന്താ പറഞ്ഞേ? നീ ഏതിൽ വീണ്ടിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്തായിരുന്നു ആ പ്രവൃത്തി? ഈ പറഞ്ഞ ക്ഷമയും കരുണയും
ദോഷം കണക്കിടാതിരിക്കുന്ന അവസ്ഥയും ഈ പറഞ്ഞ സന്തോഷവും ഇതൊക്കെയായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ പ്രവൃത്തിയിലേക്ക് മടങ്ങാനാ. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നീ ക്ഷമിക്കാൻ തുടങ്ങുക, വീണ്ടും കരുണ കാണിക്കാൻ തുടങ്ങുക, ദോഷം കണക്കിടാതിരിക്കുക. അപ്പൊ ഈ ഒരു വഴിയിലാണ് നമ്മൾ ജീവനിൽ നടക്കുക എന്ന് പറയുന്നത്. അതിപ്പം കർത്താവുമായുള്ള ബന്ധത്തിലും അതുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പോലെ തന്നെ നമ്മളും കർത്താവുമായുള്ള ബന്ധത്തിലും ഉണ്ട്. ഇല്ലേ? ആദ്യം കർത്താവിനെ കണ്ടുമുട്ടിയ നാളിലെ അവസ്ഥ എന്തായിരുന്നു? നമ്മളൊരു പാട്ടി പാടുന്ന പോലെ നീ മാത്രം മതി, അതായിരുന്നു എല്ലാ സമയത്തും എന്തായിരുന്നു ചിന്ത? കർത്താവിനെ കുറിച്ചുള്ള ചിന്ത. ഞാനത് ഓർക്കാറുണ്ട്. ഇപ്പൊ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയാന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, മടുപ്പൊന്നുമില്ല. എല്ലാ മീറ്റിങ്ങുകൾക്കും പോയിക്കൊണ്ടിരിക്കും, ഒന്നും ഉപേക്ഷിക്കത്തില്ല. കാരണം എന്താ? ആ ആദ്യ സ്നേഹം, ആ കർത്താവിന് കൂടി ഇരിക്കാനുള്ള ഒരു വാഞ്ച കൊണ്ട് നിറയപ്പെട്ട ഒരു തലമായിരുന്നു. കുറച്ച് കഴിയുമ്പം 2 കൊരിന്ത്യർ 11 പറഞ്ഞ പോലെ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വീണ്ടും സാവകാശം ജഡത്തിലേക്ക് മടങ്ങിപ്പോവുക, ജഡത്തിന്റെ അഭിലാഷങ്ങളിലേക്ക് പോവുക. ഒരു കാലത്ത് നമ്മൾ വേണ്ടെന്ന് വെച്ചതും ഉപേക്ഷിച്ചതും നമ്മൾ വെറുത്തതുമായ പാപങ്ങളിലേക്ക് മടങ്ങിപ്പാനിട തുടങ്ങുക. നമ്മളെ തന്നെ ന്യായീകരിക്കുകയും അശുദ്ധ ചിന്തകൾക്ക് ഇടകൊടുക്കുകയും. മറ്റേത് എങ്ങനെയായിരുന്നു? ഒരു വേണ്ടാത്ത ചിന്തയ്ക്ക് ഇടകൊടുത്താൽ പിന്നെ ഇടകൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രതികരണം? നമ്മുടെ കൈ അറിയാണ്ട് ചുട്ടു പൊള്ളിയിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തെ തൊടുന്ന പോലായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്നതും തിരിച്ചു വരുന്നതും ഒരുപോലെ ചിന്തകളിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആ ഇരുമ്പ് കഷ്ണത്തെ മുറുകെ പിടിച്ചേക്കുന്ന പോലെ ഈ അശുദ്ധ ചിന്തകളെ മുറുകെ പിടിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു സഹോദരനോടുള്ള കയ്പിൻ്റെ ചിന്തകൾ ഒരു കാലത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ പറഞ്ഞാൽ പെട്ടെന്ന് അതിനെതിരായിട്ട് നിൽക്കുമായിരുന്നു. ഇന്ന് നമ്മൾ എങ്ങനെയാണ്? അപ്പം നമ്മൾ ശോധന ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്ന കർത്താവും നമ്മളുമായുള്ള ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ഒന്നു പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയേ, ഞങ്ങൾ ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് എഴുതുന്നത് എന്തിനാ? നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകാൻ. എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവമുള്ളൊരു കൂട്ടായ്മയിൽ നമ്മൾ സജീവമായി നിൽക്കുമ്പോഴേ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം വരത്തുള്ളൂ. അപ്പം നമ്മൾ തമ്മിൽ കൂട്ടായ്മ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരവ് എന്താ? കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ്. അത് എത്രയധികം വർദ്ധിക്കുക, അതനുസരിച്ച് നമുക്കൊരു ശരീരമാകുന്ന ഫീലിംഗ് ഉണ്ടാകുന്നത് ഇല്ലേ? ഒരവയവത്തിന് മാനം വരുമ്പം എല്ലാ അവയവത്തിനും മാനം വരും. ഒരവയവം വേദനിക്കുമ്പോഴോ ശരീരം മുഴുവനാണ് വേദനിക്കുന്നത്. അത് ഈ കർത്താവുമായുള്ള നമ്മുടെ സജീവ ബന്ധം വർദ്ധിച്ചു വരുന്നതനുസരിച്ചാണ് ഈ സൗരസ്വരന്മാരുമുള്ള കൂട്ടായ്മ ബന്ധവും വർദ്ധിച്ചു വരുന്നത്. വേറെ അതിന് കുറുക്കുവഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളോ വീടോ സമ്പത്തോ സ്വന്തം ജീവനോ കൂടെ എനിക്ക് കൊള്ളാകുന്നവൻ അല്ല. അപ്പം നമ്മൾ എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് പഴയ നിയമത്തെ 2 കൽപ്പനകൾ ഒതുക്കിയത്. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്ന് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടുകാരനെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുക? നമ്മളെല്ലാം സ്വാർത്ഥരാ ഇല്ലേ? നമ്മളങ്ങനെ സ്നേഹിക്കാനായിട്ട് മടുപ്പുള്ളവരാ. പണ്ട് ഞാനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞായിരുന്നു. ഒരിക്കലും ഈ സ്നേഹത്തിൻ്റെ ആഴം അറിയാൻ വേണ്ടിയിട്ട് അമ്മയും കുഞ്ഞും ഒരു കുരങ്ങിനെ ശാസ്ത്രജ്ഞന്മാർ സംഘടിപ്പിച്ച് ഒരു വലിയ ട്യൂബിനുള്ളിൽ ഈ അമ്മയും കുഞ്ഞിനെ ആക്കി അടച്ചു. എന്നിട്ട് ഈ ട്യൂബിലോട്ട് വെള്ളം കടത്തി വിട്ടു. പിന്നെ വെള്ളത്തിൻ്റെ ലെവല് പൊങ്ങി വന്നപ്പം കുരങ്ങ് എഴുന്നേറ്റ് നിന്നു, കുഞ്ഞിനെയായിട്ട് എഴുന്നേറ്റ് നിന്നു. സാവകാശം വെള്ളം പൊങ്ങി ഈ കഴുത്തിൻ്റെ ലെവലായി ആയിക്കഴിഞ്ഞപ്പം കുരങ്ങ് എന്ത് ചെയ്തു? കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി പിടിച്ചവർ വീണ്ടും വെള്ളം കയറ്റി. അവസാനം ഈ കുരങ്ങിൻ്റെ മൂക്ക് മുങ്ങിക്കഴിഞ്ഞ ഉടനെ കുരങ്ങ് എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ ചവിട്ടി താത്തിന് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. സ്വന്തം ജീവന്റെ കാര്യം വന്നപ്പം കുഞ്ഞിനോടുള്ള സ്നേഹം പോലും നഷ്ടപ്പെട്ടു. നമ്മൾ ചിന്തിച്ച് നോക്കിക്കുക, പലപ്പോഴും നമ്മൾ ഈ സ്വന്തം ജീവനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ഷമ ചോദിക്കത്തില്ല, ക്ഷമ കൊടുക്കത്തില്ല, പിണങ്ങിയിരിക്കും അല്ലേ? നമ്മുടെ ചിന്തകൾ മുഴുവൻ വെറുപ്പിൻ്റെ ചിന്തകളാകും. എന്താ നമ്മളെ കർത്താവിനെ സ്നേഹിക്കുന്ന തടസ്സമായി നിൽക്കുന്നത്? സ്വന്തം ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്വാർത്ഥതയാണ്. ആദാമിലുള്ളതാ അത്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മാത്രം ശുദ്ധരാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു വളർച്ചയുടെ വഴിയിലായിരിക്കും കുടുംബജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചിലവായിപ്പോയിക്കൊണ്ടേയിരിക്കും.
ഇല്ല, നമുക്ക് എട്ടുകാലിയെക്കുറിച്ച് അറിയാം. എട്ടുകാലിയുടെ കുഞ്ഞ് ആ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നതുകൊണ്ട് ആദ്യം അമ്മയാ തിന്നുന്നത്. നമ്മൾ എട്ടുകാലിയുടെ ഈ പുറംചട്ട പലയിടത്തും കിടക്കുന്ന കാണാം വീട്ടിൽ. എന്താ എൻ്റെ കാരണം? ഈ കുഞ്ഞുങ്ങൾ ആരെയും ആദ്യം തിന്നുന്നത്? അമ്മേ. ആ എട്ടുകാലി തിരിച്ചു കടിക്കുമോ നിങ്ങളെ? ഇല്ല. അത് ഏൽപ്പിച്ചു കൊടുക്കുക. മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി, മക്കളുടെ ജീവന് വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അതാ ചെയ്തത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവൻ സ്വന്തം ജീവനെ ഒരു ബലിയായിട്ട് കൊടുത്തു. എന്നിട്ട് പറയുന്നു, നമ്മൾ എങ്ങനെ സഹോദരനെ സ്നേഹിക്കണ്ടേ? ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക. അന്യോന്യം സ്നേഹിക്കാൻ തടസ്സമാണ് നിൽക്കുന്നത് എന്താ? സ്വന്തം ജീവനാ. കർത്താവ് അങ്ങനെയാണ്, തൻ്റെ പ്രാണനെ മരണത്തിന് വേണ്ടി ഒഴുക്കി കളഞ്ഞിട്ട് അവൻ സന്തതിയെ കണ്ട. അപ്പം നമ്മുടെയും ക്രിസ്തു ജീവിതത്തിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം ഈ സഭയിൽ നമ്മളെ അങ്ങനെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തെ നമ്മുടെ ഈ ഭാര്യ ബന്ധം, മക്കളും മാതാപിതാക്കളും എന്നുള്ള ബന്ധമൊക്കെ ഇടം വരെയുണ്ട്. നമ്മുടെ സെമിത്തേരി വരെയേ ഉള്ളൂ, അല്ലേ? അവസാനം എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും അവിടെ കൊണ്ട് വെച്ച് സ്ലാബൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും പോരും. പിന്നെ അങ്ങോട്ട് പോവുമോ? പിന്നെ പോകത്തില്ല, അവിടം വരെയേ ഉള്ളൂ. നമ്മൾ പലപ്പോൾ ആ ബന്ധത്തെയാണ് വിലമതിക്കുന്നത്. പക്ഷേ ശരി, സഹോദര ബന്ധം എന്ന് പറയുന്നത് നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് അന്നത്തെ പാട്ടുകാരൊക്കെ പാടി, പിരിയാ ബന്ധമാണിത്, പിരിയാ ബന്ധമാണിത്, പിരിയാ ബന്ധമാണിത്, യുഗകാലം വരെയും എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ പണിയപ്പെടുന്ന ഒരു പണിയാണ് നിത്യത മുഴുവൻ നിൽക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഏതളവിൽ ഒരു ശരീരമായി തീർന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അങ്ങനെ ശരീരമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ജീവനെ എപ്പോഴും മരണത്തിന് ഒഴുക്കി കളഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമുക്കറിയാം, അവരുടെ ശൈശവ പ്രായത്തിലൊക്കെ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അസുഖമൊക്കെ വരുമ്പം അമ്മമാർ ഉറങ്ങാതിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ഉറങ്ങാതിരിക്കും. എന്താ അതിൻ്റെ കാരണം? ആ കുഞ്ഞിന് വേണ്ടി സ്വന്തം ജീവനെ അല്ല സ്വന്തം ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും കർത്താവ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മളെ സ്നേഹിച്ചു. ആദ്യം അവൻ നമ്മളെ സ്നേഹിച്ചു. സ്നേഹം എന്താന്ന് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവെന്താ? കർത്താവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കാൻ മനസ്സുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞ വേറെ തരത്തിൽ പറഞ്ഞാൽ, നിന്ന, അപമാനം, പഴി, ദുഷി, കഷ്ടത, വേദന ഇതെല്ലാം സഹിക്കാൻ മനസ്സുള്ളവരായിരിക്കും. ആ അപമാനം എവിടെ നിന്നായിരിക്കും പലപ്പോഴും വരുന്നത്? ഭർത്താവിൽ നിന്നായിരിക്കും ചില മിക്കവാറും വരുന്നത്, അല്ലെ ഭാര്യയിൽ നിന്നായിരിക്കും വരുന്നത്. നമുക്ക് സഹിക്കാൻ മനസ്സുണ്ടോ കർത്താവിനെ പ്രതി? കർത്താവ് നമ്മളെ പ്രതിയാണ് ഇതെല്ലാം സഹിച്ച്, ഈ അപമാനവും നിന്ദയും പഴിയും ദുഷിയും, ഇല്ലേ? നമുക്കറിയാം കർത്താവിൻ്റെ ആ ക്രൂശിൽ കിടക്കുന്ന രൂപത്തെക്കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കും, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. രക്തമൊഴുകുന്ന മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട്, ഇല്ലേ, രക്തവും തുപ്പലും കൂടെ കട്ട പിടിച്ച മുഖം മുഴുവനിരിക്കുന്ന അവനെ കണ്ടാൽ ആളല്ലെന്ന് തോന്നും. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാതെ അവൻ നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, സ്വപുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുക. എന്താ ഈ സകലവും എന്ന് പറയുന്നത്? പുത്രന്റെ സ്വരൂപം, പുത്രനിലുള്ള സ്നേഹം, ക്ഷമ, കരുണ, ജീവൻ, ഇതെല്ലാം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എബ്രാഹിം നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. പൂർണ്ണമായി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏത് വീണ്ടെടുപ്പാ? നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പാ. ഈ ദേഹിയുടെ വീണ്ടെടുപ്പിലാണ് നമ്മൾ വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ നടക്കുന്നത്, കൂടുതൽ കൂടുതൽ കർത്താവിനെ പോലെ ആയിത്തീരുന്നത്. ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ പോലാണ്, ചിലപ്പോഴൊക്കെ നമ്മുടെ മുഖത്തേക്ക് സന്തോഷവും സമാധാനവും സ്നേഹം കൊണ്ട് ചില സമയത്തോ കണ്ട സാത്താൻ്റെ അതെ, ഇല്ലേ, മുഖത്തിന്റെ ഭാവമൊക്കെ മാറി, ചിരിയൊന്നും ഇല്ല, കണ്ണൊക്കെ ഉരുണ്ട്. പക്ഷെ കർത്താവ് നമ്മളെക്കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. ദിനം പ്രതി നമ്മളെ കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക്, സ്വാർത്ഥതയില്ലാത്ത, ഇല്ലേ, കർത്താവിൽ അതാ നമ്മൾ കാണുന്നത്. അവൻ സ്വാർത്ഥതയില്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. നമുക്ക് വേണ്ടി അവൻ അങ്ങനെ ഏൽപ്പിച്ചു തന്നു. അവൻ വെടിഞ്ഞു വന്നത് സ്വർഗീയ മഹിമകളെയാണ്. അതെല്ലാം വെടിഞ്ഞെന്തിനു വേണ്ടിയിട്ടാ? ഈ താണ ലോകത്തിലും നമ്മളെ വീണ്ടെടുക്കാനായിട്ട്. അപ്പൊ സൗരസന്മാരെ, നമ്മൾ ഒരിക്കലും ജഡത്തിലായിരുന്നു, ഇന്ന് നമ്മളിവിടെ അല്ല, ജഡത്തിലല്ല. അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം നമ്മളത് ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോഴേ നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച്
മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. ആത്മാവിലാണ് നമ്മൾ നടക്കുന്നത്. മറ്റേ നമ്മൾ ജഡത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോസ്തലൻ വേറൊരു 10 കോരിന്ത്യരിൽ പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. നമ്മുടെ ജഡത്തിന്റെ അവയവങ്ങൾ ഏതൊക്കെയാ നമ്മുടെ ജഡത്തിന്റെ അവയവങ്ങൾ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജഡത്തിന്റെ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. കൊലോസ്യർ 3:5 മുതൽ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ, ഇതാണ് ഭൂമിയിലുള്ള അവയവങ്ങൾ എന്ന് പറയുന്നത്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം. ഒരിക്കലും ഇതായിരുന്നു നമ്മുടെ അവയവങ്ങൾ. ഇന്ന് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കും? ഇതിനെയൊക്കെ മരിപ്പിപ്പീൻ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ കാന്തയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പ്രതീക്ഷ എന്താ? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തേജസ്സോടെ തനിക്ക് മുൻനിർത്തേണ്ടതിന്. അതിനെക്കുറിച്ച് വേറൊരു ഭാഗത്ത് ഇങ്ങനെ തീമോഥെയോസിൽ പറഞ്ഞിരിക്കുന്ന, ഈ രക്ഷാവൃതന്മാർക്ക് നിത്യ തേജസ്സോടെ കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി എല്ലാം സഹിക്കുന്നു. ഈ രക്ഷയിൽ ഒരു തേജസ്സുള്ള രക്ഷയുണ്ട്. വേറൊരു ഭാഗത്ത് തേജസ്സുള്ള സുവിശേഷം എന്നാണ് പറയുന്നത്. ആ തേജസ് എന്താ? ക്രിസ്തുവിലുള്ള തേജസ് നമ്മളിലേക്ക് പകരപ്പെടുന്ന ഒരു തേജസ്സാണ് അത്. ക്രിസ്തുവിന്റെ ക്ഷമ, കരുണ, സമാധാനം, ഇതൊക്കെ നമ്മളിലേക്ക് പകരപ്പെടുന്നുണ്ടോ? അത് നമ്മൾ കുടുംബത്തിൽ ആദ്യം അറിയുന്നത്. ഇപ്പം ഭാര്യയോട് ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെ ഭർത്താവിനോട് ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ തേജസ് നമ്മളിലേക്ക് പകരപ്പെടുന്നുണ്ട്. നമുക്ക് വിധിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ തേജസ് നമ്മളിലേക്ക് പകരപ്പെടുന്നുണ്ട്. അങ്ങനെ കഴിയുന്നില്ലെങ്കിലോ? അങ്ങനെ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് നിരാശയ്ക്ക് വഴങ്ങിയില്ല. അതിന് കാരണം എന്താ? നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഇതാരാ തയ്ക്കുന്നത്? നമ്മളല്ല, കർത്താവാ തയ്ക്കുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തവന് വേണ്ടി ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അത് പരീക്ഷകളിലാണ്. ഈ നാക്കുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിച്ചതാ, പക്ഷെ ഇന്നുള്ള പരീക്ഷകൾ ഈ നാക്കുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഇഷ്ടമൊന്നും പറയത്തില്ല എന്ന് മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടമേ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ എന്നെ ശപിക്കുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? തിരിച്ച് ശപിക്കും. ഇനി ഞാൻ എൻ്റെ നാവിനെ കർത്താവിന് കൊടുത്തുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ശപിക്കില്ലെന്ന് മാത്രമല്ല, അനുഗ്രഹിക്കും. ശാപം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അപ്പം ഈ ഒരു ജീവനിൽ നമ്മൾ വളർന്നു വരണം എന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അനുസരിക്കുന്ന ഒന്ന് കുടുംബത്തിലും മറ്റൊന്ന് സഭയിലുമാണ്. കുടുംബത്തിൽ കുറച്ചൊരു എളുപ്പമാണ്. നമ്മുടെ ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളും ആയതുകൊണ്ട് ഇല്ലേ, ഇപ്പം എൻ്റെ കുഞ്ഞിനൊരു അത്യാവശ്യം വന്നാൽ ഞാൻ വളരെ പെട്ടെന്ന് എങ്ങനെയും അത് സാധിപ്പിച്ചു കൊടുക്കും. പക്ഷെ എൻ്റെ സഹോദരൻ്റെ കുഞ്ഞാണല്ലോ, അത്ര ഒരു എരിവൊന്നും എനിക്ക് കാണത്തില്ല. അത് കാണിക്കുന്നത് എന്താ? ഒരവയവായിട്ടുള്ള പണി നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്നുണ്ട് എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യവും എൻ്റെ സഹോദരൻ്റെ ആവശ്യവും കുഞ്ഞിൻ്റെ ആവശ്യവും ഞാൻ എങ്ങനെ കാണും? ഒന്നായിട്ട് കാണും, ഒരുപോലെ കാണും. അതാണ് ക്രിസ്തുവിൻ്റെ ആ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നതിൻ്റെ ഒരു തെളിവ്. അത് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലോ നമ്മളങ്ങനെ ആയിത്തീരുകട്ടോ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് നമ്മളങ്ങനെ ആകുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ തേജസ് പ്രാപിച്ച് അല്ലെ പുതുക്കം കൂടുതൽ പ്രാപിച്ച് അങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നിരാശപ്പെടാതിരിക്കാം. ഈ ഒരു നമ്മുടെ മുമ്പുള്ള ലക്ഷ്യം ഇതാ. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്ന ഒരു കൊച്ചിനെ കുറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താ? 1-ാം ക്ലാസ് കൊണ്ട് അവസാനിക്കണമെന്നാണോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്രായത്തിലാണേൽ ഈ പഠിത്തത്തിൽ ഉഴപ്പൊക്കെ കാണിച്ചാൽ പറയും, നീ പഠിക്കണ്ട, ഞാനിവിടെ തൂമ്പാൻ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഇന്നത്തെ പേരൻസ് അങ്ങനെയല്ല പറയുന്നത്. പറ്റത്തില്ല, നീ പഠിച്ചേ പറ്റൂ, പഠിച്ചെങ്ങനെയും ഒരു ജോലി മേടിക്കണം. അവരുടെ മനസ്സിലിരിക്കും. 1-ാം ക്ലാസ്സിൽ ചേർക്കുന്ന കൊച്ചിനെ കുറിച്ച് മാതാപിതാക്കളുടെ ലക്ഷ്യം എന്താ? ഒരു ഉയർന്ന ലക്ഷ്യമുള്ളത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ചും കർത്താവിന് അങ്ങനത്തെ ലക്ഷ്യമുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാനായിട്ടാണ് നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നത്, ശാസിക്കുന്നത്,
ശിക്ഷിക്കുന്നത്, തിരുത്തുന്നത്, ഉത്സാഹിപ്പിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആ യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപത്തിൽ എത്താനായിട്ടാണ്. അത് ഒരു കുഞ്ഞു വളർന്നു വരുന്ന പോലെയാണ്, ഇല്ലേ? ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിക്കുക എത്ര പിള്ളേരുണ്ട്, എൻ്റെ പിള്ളേർക്ക് ഒരു 5-6 വയസ്സൊക്കെ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചാൽ എന്നാ പറയും? ഒരു കൊച്ചു പിള്ളേരാന്ന് പറയും. കല്യാണത്തിനുള്ള സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മളെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കി കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാത്താനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. സാത്താൻ യോശുവയെ കുറ്റപ്പെടുത്താൻ നിന്നപ്പോൾ എന്താ പറഞ്ഞേ? അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ കർത്താവ് പറഞ്ഞേ? അവൻ്റെ വസ്ത്രം മാറി അവന് വെള്ള വസ്ത്രം കൊടുക്കാനാ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മളെ നോക്കി കാണുന്നത്. നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് കർത്താവ് നോക്കുക. അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 60 വയസ്സായെങ്കിലും 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പ്രായമുള്ള ആത്മീയരായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. വയസ്സ് 60 കാണും, പക്ഷെ ആത്മീയ വളർച്ചയിൽ ഇന്ന് മാത്രമേ കാണത്തുള്ളൂ. ഒരു 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ വളർച്ചയെ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞ് എന്താ അതിൻ്റെ കാരണം? നമ്മൾ പൂർണ്ണ ഹൃദയത്തിൽ വെക്കാത്തത് കൊണ്ട് തന്നെ ദൈവത്തിന് നമ്മളെ പണിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ദർശനം തരണം. എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള, ഇല്ലേ? ഇപ്പം എൻ്റെ വിളിയെക്കുറിച്ച് എനിക്കൊരു ദർശനം തരണം. എനിക്ക് നല്ല ബോധ്യം വേണം. ഓരോ പരീക്ഷയിലും എനിക്ക് എൻ്റെ വിളിയെക്കുറിച്ച് ദർശനം വേണം. ഒരാൾ എന്നെക്കുറിച്ച് ദൂഷണം പറയുമ്പം അവിടെ എനിക്കുണ്ടായിരുന്ന ദർശനം എന്താ? ദൈവൻ്റെ ഉള്ളിൽ തരും ദർശനം, ആരെ കൊണ്ട് ദൂഷണം പറയാതെയും. അപ്പം എന്നെക്കുറിച്ച് ഒരാൾ ദൂഷണം പറയുമ്പം ദൈവം എനിക്ക് തരുന്ന ദർശനം എന്താ? ആരെ കൊണ്ടും ദൂഷണം പറയരുത്. ആ ദർശനത്തിലാണ് ഞാൻ നടക്കേണ്ടത്. ഒരാൾ എന്നെക്കുറിച്ച് ദൂഷണം പറയുന്നത് ശരിയാണ്, പക്ഷെ ദൈവം അനുവദിച്ചിട്ടാ. അത് അനുവദിക്കുമ്പോഴേ എനിക്ക് ദൂഷണം പറയാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വിളിയുണ്ടെങ്കിൽ, ദർശനം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനിവിടെ എങ്ങനെ പണിയുന്നേ? ആ ആളെ കുറിച്ച് ദൂഷണം പറയുകയില്ല. പിന്നെ എന്താ പറയും? നല്ലത് പറയും, നല്ലത് പറയും. അപ്പോൾ ഒരു പണി എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് തെളിവ്. അതുകൊണ്ട് നമുക്ക് സൗരസന്മാരെ ഈ ഒരു വഴിയെ പോകാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ബാഹ്യമായ സന്തോഷത്തിൽ നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ ജഡത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താ? അത് വരും, അതുപോലെ പോകും. പക്ഷെ കർത്താവിൻ്റെ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താ? കാലം, സ്ഥലം, ദുഃഖ സൗഖ്യങ്ങളൊന്നും ബാധിക്കില്ല എന്നുടെ സന്തോഷത്തെ. അപ്പം കർത്താവിൻ്റെ ഒരു സന്തോഷത്തിന് അതിനെ ഇളക്കാനായിട്ട് ഒന്നിനും കഴിയത്തില്ല. പക്ഷെ നമ്മുടെ ജഡത്തിലുള്ള അല്ലെങ്കിൽ ദേഹിയിലുള്ള സന്തോഷം എന്ന് പറയുന്നതോ അത് ഈ കാറ്റ് വന്നിട്ട് പോകുന്ന പോലെ. ചില സമയത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. സൗരസന്മാരോടൊക്കെ പെട്ടെന്ന് ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, ഭയങ്കര ഇതൊക്കെയാ. പിന്നെ ആളെ കാണുകയല്ല. നമ്മളങ്ങനെ ആണോ? നമ്മുടെ റോയ് ബ്രദറും സിസ്റ്ററൊന്നും അങ്ങനെ അല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അതൊരു മാതൃകയാണ് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്. ദൈവം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി സ്ഥായി ആയിട്ടുള്ളതാണ്, നിലനിൽക്കുന്നതാണ്. പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത. സ്ഥിരത. നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ഭയങ്കര എന്നെ തന്നെ സൂക്ഷിക്കുന്നു, ആകാത്തടത്ത് നോക്കത്തില്ല, ചിന്തിക്കത്തില്ല, ഭയങ്കര സ്ട്രോങ്ങാ. നാളെ നോക്കുമ്പോൾ ദേ കിടക്കുന്നു. സ്ഥിരതയില്ല. മോഹത്തിനടിമപ്പെട്ട് നിരാശപ്പെട്ട് കിടക്കുന്ന കാണാൻ കഴിയും. അപ്പം നമ്മളോട് പറയുന്ന ഓരോന്നിനോടും ഓരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ എന്താ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ നിഷ്ഫലന്മാർ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ ഇതിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വളർന്ന് 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 തേജസ്സുമേൽ തേജസ്സ് പ്രാപിച്ച് കർത്താവിന് മുമ്പിൽ നിൽക്കുന്നത് എങ്ങനാ? കറ എങ്ങനെ പിടിക്കുന്നത്? പാപത്താലാണ് പിടിക്കുന്നത്. പാപത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ട്. കറ വാട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടയ്ക്ക് തളർന്നു പോകുന്ന അവസ്ഥയാണ്. കാന്തയെക്കുറിച്ച് അതല്ല പ്രതീക്ഷിക്കുന്നത്. കാന്ത എപ്പോഴും എങ്ങനെ ആയിരിക്കണം? തളരാതെ. കറ, വാട്ടം, മാലിന്യം. ഈ ലോകത്തിൽ നിന്ന് പറ്റുന്ന അത് ലോകത്താളുള്ള മാലിന്യം പറ്റാതെ താൻ കാത്തുകൊള്ളുന്നതാണെന്ന് പറയുന്നത്. കറ, ചുളുക്കം. ചുളുക്കം എന്തിനെ കുറിക്കുന്നതാ? നമുക്കറിയാം, പ്രായത്തെ കുറിക്കുന്നതാ അല്ലേ? കൂടുതൽ പ്രായമാകും തോറും എന്ത് സംഭവിക്കും? തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ്. എന്താ അതിന്റെ കാരണം? ഉള്ളിൽ സംഭവിക്കുന്ന ഇപ്പൊ നമുക്കറിയാം, നമ്മൾ യൗവനത്തിലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക?
നമ്മൾ ഒത്തിരി കോശങ്ങളുണ്ട്. യവനകാലത്തൊക്കെ ഈ കോശം വളരെ ഒരെണ്ണം പോയാൽ ഉടനെ വേറെണ്ണം ഉണ്ടായിപ്പെടും. പക്ഷെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴോ ഒരു 10 പോകുമ്പോഴേ ഒരെണ്ണം ഉണ്ടാകത്തുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അളവ് കുറേ, അതനുസരിച്ച് നമ്മൾ ചുക്കിച്ചുളിഞ്ഞ് ക്ഷീണിച്ചു പോകും. ആത്മീയമായിട്ട് ഇതൊരു പ്രത്യേകതയാണ്. അതങ്ങനെ തന്നെയാണ്. ചുളുക്കം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് റോമാലയത്തിൽ നമ്മൾ വായിക്കുന്ന ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിപ്പിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും ഒരു ചുറുചുറുക്കിലായിരിക്കും. ഇല്ലേ? നമ്മുടെ റോയി ബ്രദറിനെ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയും. സോഹൻ എപ്പോഴും ഒരു ചുറുചുറുക്കിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സോഹനം സംസാരിച്ചും പറഞ്ഞു, പുള്ളിയെ കാണുന്നത് സന്തോഷമാണ്. ഇതിന് കാരണം എന്താ? ഈ ചുളുങ്ങിയ അവസരം സോഹനെ കാണാറുണ്ടോ? ഒരു സന്തോഷമൊന്നും ഇല്ലാണ്ട് ഒരു തളർന്ന്. പക്ഷെ നമ്മളൊക്കെ ആണല്ലോ ഒരു ദിവസം ഭയങ്കര ഉത്സാഹത്തില്, പിറ്റേ ദിവസമോ നമ്മളെ കാണുമ്പോഴേ മറ്റുള്ളവർക്ക് സങ്കടം വരും, ഇല്ലേ? അങ്ങനെ ആയിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവെന്നാട്ടോ പറയുന്നത്. ആത്മാവിലെ എരിവിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആത്മാവ് കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, ആത്മാവിൽ ബലപ്പെട്ടു. അപ്പൊ നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ആത്മാവിൽ ബലപ്പെടുന്ന എപ്പോഴാ? പാപത്തെ ജയിക്കുമ്പോഴാ. പാപത്തെ ജയിക്കും തോറുമാണ് ആത്മാവ് ബലപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കൊച്ച് വളരും തോറും അതിൻ്റെ പ്രത്യേകത എന്താ? വീഴാതെ നടക്കാൻ തുടങ്ങും, അല്ലേ? ചെറുതായിരിക്കുമ്പോൾ അത് നടക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെ തട്ടിയും ഒക്കെ പോയി വീഴും. പക്ഷെ അത് കുറച്ചുകൂടെ ശക്തമാകുമ്പോഴോ വീഴാതിരിക്കും. ഇനി തട്ടിയാൽ പോലും എന്ത് ചെയ്യല? 3-4 സ്റ്റെപ്പ് ഓടിയിട്ട് ബാലൻസ് ചെയ്യും. ആത്മീയമായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മൾ ആത്മീയമായിട്ട് ശക്തരാകും തോറും നമ്മുടെ വീഴ്ചയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. മോഹിക്കുന്നതിൻ്റെ എണ്ണം കുറയും, പരാതി പറയുന്നതിൻ്റെ, പിന്നെന്താ, പിറുപിറുപ്പിൻ്റെ ഒക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രോസസ്സാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.